അങ്ങനെ ദേവര മൂവി കണ്ടു, ജൂനിയർ NTRന്റെ. അതിനു മുന്നേ അതിലത്തെ ആ ഒരു ഫിയർ സോങ്, കടവുളത്തോളം ദേവര ന്യായം ധർമ്മവികാസം എടുത്തവ മുടിത്ത ദേവര തോൾ കണ്ട് ആയുർരേഖയടി. അപ്പൊ ദേവര മൂവി കണ്ട് എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ NTRന്റെ ഇൻട്രോ എന്ന് പറയുന്ന സീന്, അത് സൂറയിലെ വിജയണ്ണൻ വരുന്ന സീനുമായി വരുന്ന കടപ്പുറത്തുനിന്ന് പൊന്തി വരുന്ന സീന്, വിജയണ്ണൻ തിമിംഗലത്തിന്റെ മുകളിൽ കൂടെ പൊന്തി വരികയാണെങ്കിൽ NTR ഷാർക്കിന്റെ മുകളിൽ കൂടെ പൊന്തി വരുന്ന, അതാണ് ഇൻട്രോ. വല്ലാത്തൊരു ഇത് പറയാം. പിന്നെ എനിക്ക് ബാഹുബലി ഫീലിംഗ് നല്ലോണം ഇതിൽ തോന്നിയിട്ടുണ്ട് ഗൈസ്. ബാഹുബലിന്റെ ഒരു കഥമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന്റെ കോപ്പിയാണോ ഇനി ഒന്നും അറിയില്ല. എന്താ പറഞ്ഞാല് പിന്നെ ഇതിലത്തെ നായിക കുഴപ്പമില്ല, അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിലത്തെ ആ പാട്ട്, ചുട്ടുമല്ലി പുട്ടു സാല ഇടുപടി പുട്ട ഇടവ ചുട്ട അങ്കാസ ഇടുത്തു പുട്ടുണ്ടോ പുട്ടുണ്ടേ നുവേന വണ്ടേ. ഈ പാട്ടൊക്കെ വേറെ ലെവലാണ്. ഇതും ഫിയർ സോങ് ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. ഗൂസ്പംസ് തന്നെ. പിന്നെ അനിരുദ്ധത്തിന്റെ ബീജം കിഡിലായിട്ടുണ്ട്. പിന്നെന്താ പറയാ, ട്രിപ്പിളാറിന് ശേഷം നമ്മൾ വിചാരിച്ച NTRന്റെ ഒരു തിരിച്ചുവരവ് ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച്. പക്ഷേ എനിക്ക് വലിയൊരു ഇതായിരിക്കാം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. എന്തായാലും ബാഹുബലി പോലെ ഇതായിട്ട് എനിക്ക് തോന്നിയതിന്റെ കോപ്പി. എന്തായാലും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ കൂടി പറയാണ്. ഇതില് വിജയണ്ണൻ ഇങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് തകർത്തേനെ. എന്താ ഈ ദേവര സിനിമയിൽ വിജയണ്ണനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തകർത്തേനെ. ആ സൂറയിലെ സീന് ഓർക്കുമ്പോൾ എനിക്ക് അതാ തോന്നി. എന്തായാലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂറ എത്രയോ ബെറ്ററാ. എന്തായാലും ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രതീക്ഷിച്ച അത്ര കിട്ടിയില്ല. ട്രെയിലർ റിയാക്ഷനൊക്കെ ചെയ്ത് എല്ലാം ഓക്കെ. പക്ഷെ എനിക്ക് പടം അത്ര വർക്കായില്ല. എന്തായാലും ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഈ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എൻ്റെ കമന്റ് ബോക്സ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഗൈസ്.